ഇതെങ്ങനെയുണ്ട്? ഇതത്ര പോരാ. ഇതോ? ആ സാരി ഇതാണോ? ഇതാ സർ. മൂന്നാമതിരിക്കുന്നു. ഇത് അടിപൊളിയായിട്ടുണ്ട്. ആണോ? എനിക്കും ഇഷ്ടപ്പെട്ടു. ആ, വിലയൊന്ന് നോക്കട്ടെ. ഇതിന്റെ വില ഭയങ്കര കൂടുതലാ. അതെ, ഇത് വേണ്ട കേട്ടോ. ആ, ഇതിന്റെ പകുതി വിലക്കുള്ള സാരി പോലും വേണ്ട. അയ്യോ, അതെന്താ അങ്ങനെ പറഞ്ഞത്? നിനക്കും എനിക്ക് ഇഷ്ടപ്പെട്ട സാരിയല്ലേ, ഇത് തന്നെ മതി. ഇതൊക്കെ വാങ്ങിക്കാനുള്ള പൈസയൊന്നും ഇപ്പൊ സാഗരേട്ടന്റെ കയ്യിലില്ലല്ലോ. ആരാ പറഞ്ഞത് ഇല്ലാന്ന്? അതിന്റെ വള വിറ്റ പൈസയല്ലേ. അതുകൊണ്ട് ഈ മാസം മൊത്തം വണ്ടി ഓടിക്കണ്ടേ? ദിവസങ്ങൾ പെട്ടെന്ന് അങ്ങ് പോവും. പിന്നെ മാന്യമായ ശമ്പള തോമസ് സാർ തരാന്ന് പറഞ്ഞത്. അത് കിട്ടിക്കഴിഞ്ഞാ പിന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല. എങ്കിലും ഈ സാരി വേണ്ട. ദേ, എനിക്ക് ഈ സാരി മതി. ഇതെടുത്തോ മഞ്ജു. ആഗ്രഹിച്ച സാരി വേണ്ടാന്ന് പറയുന്നത് വലിയ വിഷമാ. ഇതെടുക്ക്. സാഗരേട്ടനെ ശമ്പളമൊക്കെ കിട്ടിക്കഴിയുമ്പോ നമുക്ക് ഒന്നിച്ചു വന്ന് ഈ സാരി തന്നെ എടുക്കാം. അപ്പോഴീ സാരി ഇവിടെ ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് തന്നെ മതി. വേണ്ട സാഗരേട്ടാ. വേണം. ഇത് പാക്ക് ചെയ്തോ. ഏട്ടത്തിയോ? ഏട്ടത്തി എപ്പോഴാ വന്ന്? ഞാൻ എപ്പോഴെങ്കിലും ആയിക്കോട്ടെ. എന്നോടും കണ്ണേട്ടനോടും നീയും ഇവനും മിണ്ടാനൊന്നും വരണ്ടാന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതല്ലേ. പിന്നെന്തിനാ കാണുമ്പോ തിരിഞ്ഞു വരുന്നത്? ഞങ്ങൾക്കേ ഏട്ടത്തിയോട് പിണക്കൊന്നുമില്ല. പിന്നെന്തിനാ ഞങ്ങൾ ഏട്ടത്തി ഏട്ടനെയും കാണുമ്പോ മുഖം തിരിച്ചു പോകുന്നേ? അതിരിക്കട്ടെ, ഈ രീതിയില് മഞ്ജുവിനെ ഇവൻ കൊണ്ടു നടക്കുന്നേ എനിക്ക് തോന്നില്ല. ഇനി സാഗരേട്ടൻ എന്നെ വിട്ടുകളഞ്ഞാലും ഏട്ടത്തി ഏട്ടനെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ നിങ്ങളുടെ അടുത്തേക്കൊന്നും വരില്ല. ഇനി എനിക്ക് വിശ്വാസമുണ്ട് എന്റെ ആളിനി എന്നെ ഉപേക്ഷിക്കില്ല എന്ന്. മുമ്പ് ഏട്ടനും ഏട്ടത്തെയും കണ്ട സാഗരേട്ടനല്ല ഇപ്പൊ എനിക്കൊപ്പം ജീവിക്കുന്ന. അതെനിക്ക് നന്നായിട്ട് അറിയാം. ഈശ്വര, അവളുടെ